വറഹ്മത്തുള്ള. അപ്പോൾ ഇൻഷാല്ല ബാക്കി നമ്മൾ എടുക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയാണ് എടുക്കുന്നത്. I had hopes of winning a big prize and continued to try my luck again and again, paying 50 paise each time, but every time I got a trifle. At last I was left with only 25 paise. Again the shopkeeper showed his kindness. അപ്പോൾ ഇത് പറയുന്നത് I had hopes of winning a big prize and continued to try my luck again and again. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യവും വീണ്ടും എനിക്ക് വലിയൊരു പ്രൈസ് കിട്ടുമെന്ന വിചാരത്തിൽ ഞാൻ എൻ്റെ ഭാഗ്യം പരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. ഐ ഹാഡ് ഹോപ്സ്, എനിക്ക് ഹോപ്പ് ഉണ്ടായിരുന്നു, പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഓഫ് വിന്നിങ്, വിജയിക്കുന്നതിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എ ബിഗ് പ്രൈസ്, വലിയൊരു സമ്മാനം തന്നെ, വലിയൊരു പ്രൈസ് തന്നെ കിട്ടുമെന്ന വിചാരം എനിക്കുണ്ടായിരുന്നു. ആൻഡ് കണ്ടിന്യൂഡ്, ഞാൻ തുടർന്നു. ടു ട്രൈ മൈ ലക്ക്, എൻ്റെ ഭാഗ്യം പരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. എഗെയിൻ ആൻഡ് എഗെയിൻ, വീണ്ടും ഞാൻ എൻ്റെ ഭാഗ്യം പരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. പേയിങ് 50 പൈസ ഈച്ച് ടൈം, ഓരോ സമയവും 50 പൈസ അടച്ചിട്ട് ഞാൻ എൻ്റെ ഭാഗ്യം പരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. പക്ഷേ എവറി ടൈം ഐ ഗോട്ട് എ ട്രിഫിൾ, എല്ലാ സമയത്തും എനിക്ക് നിസാരമായ വസ്തു മാത്രമാണ് കിട്ടിയത്. പക്ഷേ എവറി ടൈം, എല്ലാ സമയത്തും, ഐ ഗോട്ട്, എനിക്ക് ലഭിച്ചു, എ ട്രിഫിൾ. ട്രിഫിളിൻ്റെ അർത്ഥം സൈഡിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആൻ ഒബ്ജക്റ്റ് ഓഫ് ലിറ്റിൽ വാല്യൂ, കുറഞ്ഞ പൈസക്ക് കിട്ടുന്ന വസ്തു. ആൻ ഒബ്ജക്റ്റ്, ഒരു വസ്തു, ഓഫ് എ ലിറ്റിൽ വാല്യൂ, കുറഞ്ഞ വിലയുള്ള ഒരു വസ്തു, അതായത് നിസാര വസ്തു മാത്രമേ എനിക്ക് ഓരോ സമയത്തും കിട്ടിയിരുന്നത്. അറ്റ് ലാസ്റ്റ്, അവസാനം, ഐ വാസ് ലെഫ്റ്റ് വിത്ത് ഓൺലി 25 പൈസ, എൻ്റെ കയ്യിൽ 25 പൈസ മാത്രം അവശേഷിച്ചു. വിത്ത് ഓൺലി 25 പൈസ, 25 പൈസ മാത്രം എൻ്റെ കയ്യിൽ അവശേഷിച്ചു. എഗെയിൻ ദ ഷോപ്പ് കീപ്പർ ഷോഡ് ഹിസ് കൈൻഡ്നെസ്, വീണ്ടും ദ ഷോപ്പ് കീപ്പർ, ആ കച്ചവടക്കാരൻ, ഷോഡ്, കാണിച്ചു, ഹിസ് കൈൻഡ്നെസ്, അദ്ദേഹത്തിൻ്റെ ദയ അയാൾ കാണിച്ചു. അപ്പോൾ അയാൾ എന്നെ കണ്ടിട്ട് അയാൾക്ക് ദയ തോന്നി. ഒരു സമയത്തും നല്ല പ്രൈസ് കിട്ടാത്ത ആയപ്പോൾ അയാൾ എന്നെ കണ്ടിട്ട് ദയ തോന്നി അദ്ദേഹത്തിന്. അങ്ങനെ ഹി സെഡ് ഐ കുഡ് എയ്തർ പ്ലേ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എയ്തർ എന്നാൽ ഒരിക്കൽ ഒന്നുകൂടി വേണമെങ്കിൽ എനിക്ക് പ്ലേ, കളിക്കാം. വൺസ് മോർ വിത്ത് 25 പൈസ, 25 പൈസക്ക് വേണമെങ്കിൽ ഒന്നുകൂടി എനിക്ക് പഠിക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹി സെഡ് ഐ കുഡ് എയ്തർ പ്ലേ വൺസ് മോർ വിത്ത് 25 പൈസ, ഒന്നുകൂടി വേണമെങ്കിൽ എനിക്ക് 25 പൈസക്ക് കളിക്കാം അദ്ദേഹം പറഞ്ഞു. അല്ലെങ്കിൽ സെറ്റിൽ ദ അക്കൗണ്ട് ദെൻ ആൻഡ് ദർ, അല്ലെങ്കിൽ ചെയ്യണം, അക്കൗണ്ട്, അതായത് ഇടപാട് ഇവിടെ പറഞ്ഞ് തീർക്കണം, അല്ലെങ്കിൽ ഇടപാട് ഇവിടെ സ്ഥിരപ്പെടുത്തണം എന്ന് പറഞ്ഞു. സെറ്റിൽ ചെയ്യണമെന്ന് പറഞ്ഞു. സെറ്റിൽ ദ അക്കൗണ്ട്, ഇടപാട് സെറ്റിൽ ചെയ്യണം. ദെൻ ആൻഡ് ദർ, എന്നിട്ട് ഇവിടെ സെറ്റിൽ ചെയ്യണം എന്ന് പറഞ്ഞു. അതായത് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പൈസയൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ 25 പൈസയൊക്കെ ഒന്നുകൂടി ഞങ്ങൾക്ക് കളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഐ പ്ലേഡ് അഗെയിൻ ആൻഡ് ദ ലാസ്റ്റ് 25 പൈസ ആൾസോ ഡിസപ്പിയർഡ്, ഞാൻ വീണ്ടും കളിച്ചു. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ വേണമെങ്കിൽ ഒന്നുകൂടി കളിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെയുള്ള ഇടപാട് തീർക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടി കളിച്ചു. ആൻഡ് ദ ലാസ്റ്റ് 25 പൈസ ആൾസോ ഡിസപ്പിയർഡ് എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമാവുക, അതായത് മറഞ്ഞു പോവുക. അത് അവസാനത്തെ എൻ്റെ 25 പൈസ കൂടി ഡിസപ്പിയർഡായി, മറഞ്ഞുപോയി. പീപ്പിൾ വേർ ലുക്കിംഗ് അറ്റ് മീ, സം വേർ ലോഫിങ് അറ്റ് മൈ ബാഡ് ലക്ക്. ജനങ്ങളായിരുന്നു ലുക്ക് അറ്റ് മീ, എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഞാൻ കളിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. ചിലർ സം വേർ ലോഫിങ്, ചിലർ ചിരിക്കുന്നുണ്ട്. അറ്റ് മൈ ബാഡ് ലക്ക്, എൻ്റെ മോശം ലക്ക് കാരണം, എൻ്റെ മോശം ഭാഗ്യം കണ്ടിട്ട് അവരിങ്ങനെ ചിരിക്കുന്നുണ്ട്. ബട്ട് നൺ ഷോഡ് എനി സിമ്പതി, പക്ഷേ ആരും എന്നോട് സഹതാപം കാണിച്ചില്ല.
മനസ്സലിവ് കാണിച്ചില്ല. സിമ്പതി എന്ന് പറഞ്ഞാൽ സഹതാപം, മനസ്സലിവ്. ബയ്യ ആൻഡ് ഐ വെൻറ്റ് ടു ദ പ്ലേസ് വേർ അങ്കിൾ ഹാഡ് ലെഫ്റ്റ് അസ് ആൻഡ് വെയിറ്റ് ഫോർ ഹിം ടു റിട്ടേൺ. ബയ്യയും ഞാനും അങ്കിള് ഞങ്ങളെ എവിടെയാണോ ഉപേക്ഷിച്ചത് ആ സ്ഥലത്തേക്ക് ഞങ്ങൾ വന്നു. ഞങ്ങൾ അങ്കിളിനെ കാത്തിരുന്നു. ബയ്യ ആൻഡ് ഐ വെൻറ്റ് ടു ദ പ്ലേസ്, ബയ്യയും ഞാനും പോയി എവിടേക്ക്, വേർ അങ്കിൾ ഹാഡ് ലെഫ്റ്റ് അസ്, അങ്കിൾ ഞങ്ങളെ എവിടെയാണോ നിർത്തിയത് അവിടേക്ക് ഞങ്ങൾ തിരിച്ചു പോയി. ആൻഡ് വെയിറ്റഡ് ഫോർ ഹിം, അവന് വേണ്ടിയിട്ട് റിട്ടേൺ കാത്തു നിന്നു. അങ്കിൾ തിരിച്ചു വരുന്നവരെ ഞങ്ങളവിടെ കാത്തിരുന്നു. പ്രസൻ്റ്ലി ഹീ കെയിം, ഉടനെ തന്നെ അങ്കിൾ വന്നു. ഹീ ലുക്ക്ഡ് അറ്റ് മീ ആൻഡ് സെഡ്, റഷീദ് യു ലുക്ക് അപ്സെറ്റ്, വാട്ട് ഈസ് ദ മാറ്റർ. അപ്പോൾ അദ്ദേഹം എന്നെ നോക്കിയിട്ട് പറഞ്ഞു, എന്താണ് റഷീദ് നീ ഇങ്ങനെ നിരാശനായിരിക്കുന്നത്, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. റഷീദ് യു ലുക്ക് അപ്സെറ്റ്, നീ എന്തായി കാണുന്നു, നിരാശനായി കാണപ്പെടുന്നുണ്ടല്ലോ. വാട്ട് ഈസ് ദ മാറ്റർ, എന്താണ് പ്രശ്നം. മാറ്റർ എന്ന് പറഞ്ഞാൽ പ്രശ്നം. അപ്പോൾ ഐ ഡിഡ് നോട്ട് സേ എനിത്തിങ്, ഞാനൊന്നും പറഞ്ഞില്ല. ബയ്യ ടോൾഡ് ഹിം വാട്ട് ഹാഡ് ഹാപ്പൻ, ബയ്യ എന്താണ് സംഭവിച്ചതെന്ന് അങ്കിളിനോട് പറഞ്ഞു. അപ്പോൾ അങ്കിൾ വാസ് നെയ്തർ ആംഗ്രി നോർ സാഡ്, അങ്കിൾ എന്തായിരുന്നില്ല, നെയ്തർ നോർ. അപ്പം മുമ്പ് പഠിച്ചിരുന്നു എയ്തർ ഓർ അല്ലേ, അതേപോലെ തന്നെ നെയ്തർ നോർ. അങ്കിൾ വാസ് നെയ്തർ ആംഗ്രി നോർ സാഡ്, അങ്കിൾ ദേഷ്യമുള്ളവനോ ദുഃഖിതനോ ആയിരുന്നില്ല. ആംഗ്രി എന്നാൽ ദേഷ്യം, സാഡാണ് ദുഃഖം. അപ്പോൾ അങ്കിൾ വാസ് നെയ്തർ ആംഗ്രി, അങ്കിൾ ദേഷ്യമുള്ളവനായിരുന്നില്ല, നോർ സാഡ് ദുഃഖമുള്ളവനും ആയിരുന്നില്ല. ഹീ സ്മൈൽഡ് ആൻഡ് പാറ്റഡ് മീ, അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്നെ തലോടി. പാറ്റഡ് എന്നാൽ കൈകൊണ്ട് തടവനാണ് പാറ്റഡ് എന്ന് പറയാം. അപ്പോൾ ഈ സ്മൈൽഡ് ആൻഡ് പാറ്റഡ് മീ, അദ്ദേഹം ചിരിച്ചുകൊണ്ട് എൻ്റെ തലയിലൊന്ന് തലോടി. ഹീ ടുക്ക് മീ ടു എ ഷോപ്പ് ആൻഡ് ബോട്ട് മീ എ ബ്യൂട്ടിഫുൾ umbrella, biscuit and sweets and some other little gifts. Then we returned home. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തു, ഹീ ടുക്ക് മീ, അദ്ദേഹം എന്നെ ഒരു ഷോപ്പിലേക്ക് കൊണ്ടുപോയി. ഹീ ടുക്ക് മീ ടു എ ഷോപ്പ്, അദ്ദേഹം എന്നെ ഷോപ്പിലേക്ക് കൊണ്ടുപോയി. ആൻഡ് ബോട്ട് മീ, എനിക്ക് വേണ്ടി വാങ്ങി തന്നു. എ ബ്യൂട്ടിഫുൾ അംബ്രല്ല, ഒരു ഭംഗിയുള്ളൊരു കുട വാങ്ങി തന്നു. അതുപോലെ തന്നെ ബിസ്ക്കറ്റ് വാങ്ങി തന്നു. ആൻഡ് സ്വീറ്റ്സ്, മിഠായികൾ വാങ്ങി തന്നു. ആൻഡ് സം അതർ ലിറ്റിൽ ഗിഫ്റ്റ്, മറ്റും ചെറിയ സമ്മാനങ്ങൾ വാങ്ങി തന്നു. ദെൻ വി റിട്ടേൺ ഹോം, അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചുപോയി. ബാക്ക് ഹോം, അങ്ങനെ വീട്ടിൽ തിരിച്ചു വന്നിട്ട് അങ്കിൾ ടോൾഡ് മീ ദാറ്റ് ദ ലക്കി ഷോപ്പ് മാൻ ഹാഡ് മെയ്ഡ് എ ഫൂൾ ഓഫ് മീ. ഈ ലക്കി ഷോപ്പിലെ കച്ചവടക്കാരൻ എന്നെ വിഡ്ഢിയാക്കിയതാണെന്ന്, എന്നെ പൊട്ടനാക്കിയതാണെന്ന് അങ്കിൾ എന്നോട് പറഞ്ഞു. അപ്പോൾ അങ്കിളിനോട് ഞാൻ പറഞ്ഞു, നോ അങ്കിൾ, ഐ സെഡ്, നോ അങ്കിൾ അങ്ങനെയൊന്നുമല്ല, അദ്ദേഹം എന്നെ വിഡ്ഢിയാക്കിയതൊന്നുമല്ല അങ്കിളെ എന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ് വാസ് ജസ്റ്റ് മൈ ബാഡ് ലക്ക്, അതെൻ്റെ ഭാഗ്യദോഷം മാത്രമായിരുന്നു, എനിക്ക് ഭാഗ്യമില്ലാത്തത്, എൻ്റെ നിർഭാഗ്യം മാത്രമാണെന്ന് ഞാൻ അങ്കിളിനോട് പറഞ്ഞു. നോ മൈ ബോയ് സെഡ് അങ്കിൾ, അങ്കിൾ എന്നോട് പറഞ്ഞത് എന്താണ്, നോ മൈ ബോയ്, അങ്ങനെയല്ല എൻ്റെ കുട്ടി, അതെന്താണ്, ഇറ്റ് വാസ് നെയ്തർ ഗുഡ് ലക്ക് നോർ ബാഡ് ലക്ക്, അതെന്തല്ല, ഭാഗ്യമോ നിർഭാഗ്യമോ അല്ല. ഇറ്റ് വാസ് നെയ്തർ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞാൽ ഭാഗ്യം, ബാഡ് ലക്ക് എന്ന് പറഞ്ഞാൽ നിർഭാഗ്യമോ ഭാഗ്യമോ അല്ല അത്. ബട്ട് അങ്കിൾ, ഐ സെഡ്, പക്ഷേ അങ്കിളെ, ഞാൻ അങ്കിളോട് ചോദിച്ചു. ഐ സോ ആൻ ഓൾഡ് മാൻ getting a clock and a boy getting 2 or 3 costly things. അപ്പോൾ അങ്കിളിനോട് ഞാൻ പറഞ്ഞു, ഞാനൊരു വയസ്സായ മനുഷ്യനെ കണ്ട്, ഗെറ്റിംഗ് എ ക്ലോക്ക്, അദ്ദേഹത്തിന് ഒരു ക്ലോക്ക് കിട്ടി. ആൻഡ് എ ബോയ്, ഒരു കുട്ടിക്ക് ആ കുട്ടിക്ക് ലഭിക്കുന്നു 2 or 3, 2 or 3 കോസ്റ്റ്ലി തിങ്സ്, വിലപിടിപ്പുള്ള വസ്തുക്കൾ അദ്ദേഹത്തിന് കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടല്ലോ. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ യു ഡോണ്ട് നോ ചൈൽഡ്, അങ്കിൾ സെഡ്, അങ്കിൾ എന്നോട് പറഞ്ഞു, എനിക്കറിയില്ല കുട്ടിയെ, എന്താണ് അതിന് കാരണം. ദേ വേർ ഓൾ ഫ്രണ്ട്സ് ഓഫ് ഷോപ്പ് കീപ്പർ, അവരെല്ലാവരും, ആ കുട്ടിയും വയസ്സായ ആളെന്താണ്, ഷോപ്പ് കീപ്പറിൻ്റെ കൂട്ടുകാരാണ്. ദേ വേർ, അവരായിരുന്നു, ഓൾ ഫ്രണ്ട്സ് ഓഫ് ദ ഷോപ്പ് കീപ്പറിൻ്റെ കൂട്ടുകാരാണ് ഈ ഓൾഡ് മാനും ആ ബോയും. ആ വയസ്സായ മനുഷ്യന് ക്ലോക്ക് കിട്ടിയ വയസ്സായ മനുഷ്യനും ഒരുപാട് വിലപിടിപ്പുള്ള വസ്തു കിട്ടിയ കുട്ടിയും
ആ ഷോപ്പ് കീപ്പറിൻ്റെ കൂട്ടുകാരാണ്. ദേ വേർ പ്ലേയിങ് ട്രിക്സ് ടു ടെംപ്റ്റ് യു ടു ട്രൈ യുവർ ലക്ക്. അപ്പോൾ അവർ ട്രിക്ക് കളിക്കായിരുന്നു, അവർ എന്താണ് സൂത്രപ്പണി ചെയ്യായിരുന്നു, തന്ത്രം കാണിക്കുകയായിരുന്നു. എന്തിന്? ടു ടെംപ്റ്റ് യു, നിന്നെ വശീകരിക്കാൻ വേണ്ടിയിട്ട് അവർ തന്ത്രം മെനയുകയായിരുന്നു, അവർ എന്തായിരുന്നു സൂത്രപ്പണി ചെയ്യുകയായിരുന്നു. ടു ട്രൈ യുവർ ലക്ക്, നിൻ്റെ ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ നിന്നെ കളിപ്പിച്ചതാണ് എന്ന് പറഞ്ഞു. ദേ വാണ്ടഡ് യുവർ മണി ആൻഡ് ദേ ഗോട്ട് ഇറ്റ്. അവർക്ക് നിൻ്റെ പണമാണ് ആവശ്യം, അതവർക്ക് കിട്ടുകയും ചെയ്തു. ദേ വാണ്ടഡ് യുവർ മണി, അവർ നിൻ്റെ പൈസയാണ് അവർ ആവശ്യപ്പെട്ടത്, പക്ഷേ ആൻഡ് ദേ ഗോട്ട് ഇറ്റ്, അതവർക്ക് കിട്ടുകയും ചെയ്തു. കാരണം നിന്നെങ്ങനെ കളിപ്പിച്ച് എന്തായി, അവർ പൈസ മുഴുവൻ കൈക്കലാക്കി. നൗ ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്, നീ അതൊക്കെ മറക്ക്. ഫോർഗെറ്റ് എന്നാൽ മറക്കുക. നൗ ഇപ്പോൾ ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് മറക്ക്. ആൻഡ് ഡോണ്ട് ടെൽ എനിബഡി ഓഫ് യുവർ ബാഡ് ലക്ക് ഓർ യുവർ ഫൂളിഷ്നെസ്, നീ ആരോടും നിൻ്റെ ഈ ബാഡ് ലക്കിനെ കുറിച്ച്, നിർഭാഗ്യത്തെക്കുറിച്ച് നീ ആരോടും പറയേണ്ട. അതുപോലെ തന്നെ യുവർ ഫൂളിഷ്നെസ്, നിൻ്റെ അവിവേകത്തെക്കുറിച്ച്, നിൻ്റെ മണ്ടത്തരത്തെക്കുറിച്ച് നീ ആരോടും പറയണ്ട എന്ന് അങ്കിൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ കഥ. ഇൻഷാ അല്ലാഹ്. അപ്പം ഈ വർക്കിംഗ് വിത്ത് ടെക്സ്റ്റ് ഉണ്ട് കാണിക്കുന്നുണ്ട്. അതായത് കംപ്ലീറ്റ് ദ ഫോളോവിങ്, വർക്കിംഗ് വിത്ത് ടെക്സ്റ്റിൽ കംപ്ലീറ്റ് ദ ഫോളോവിങ് സെൻറ്റൻസ് ഫ്രം മെമ്മറി, ചൂസിങ് എ ഫ്രേസ് ഫ്രം ദോസ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ പൂരിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ടീസ് ഇതിൽ എഴുതിയിട്ട് അത് പൂരിപ്പിക്കുക, അയക്കുക ഇൻഷാ അല്ലാഹ്. ആൻഡ് ബി ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, താഴെ പറയുന്ന 6 ക്വസ്റ്റ്യനുകളുണ്ട്, അതിന് ആൻസർ ചെയ്യാനാണ്. ഓരോന്നും ആൻസർ എവിടെ നിന്നുള്ളത് ആ 3 കാണിക്കുന്നില്ലേ, ഇവിടെ കാണിക്കുന്നുണ്ട്, ഓരോ ക്വസ്റ്റ്യൻ്റെ ശേഷം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ക്വസ്റ്റ്യനും കൂടി നിങ്ങൾ എഴുതി വരിക.